ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു, സ്ട്രോങ് ആയിരിക്കുന്നു, സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും നൈറ്റ് തോട്ട് എന്തായിരുന്നു എന്ന്. ഓക്കെ, നൈറ്റ് തോട്ട് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ റിലേഷനെക്കുറിച്ച്, നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് എനർജി എന്തായിരുന്നു? നൈറ്റ് എനർജി. ഓക്കെ, ലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകും. യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് നോക്കാം, നിങ്ങളുടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ചെറിയ അറിവും ഈ കാർഡും ഞാൻ എൻ്റെ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബ്രേക്ക് ത്രൂ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ വീഡിയോ കണ്ടു അവരുടെ റിലേഷനെക്കുറിച്ച് എന്തായിരുന്നു ആയിട്ട് ചിന്തിച്ചിരുന്നത്? ജസ്റ്റിസ് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നത് നിങ്ങളുടെ നൈറ്റ് എനർജി എന്ന് പറയുന്നത് എല്ലാം അവസാനിപ്പിച്ച്, എല്ലാം ബ്രേക്ക് ത്രൂ ചെയ്ത് നിങ്ങൾക്കൊരു നീതി ലഭിക്കണം. നിങ്ങൾക്കൊരു നീതി ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുവരെ നിങ്ങൾ എന്താണോ ഈ റിലേഷനിൽ കണ്ടിരുന്നത് അതെല്ലാം പൊട്ടിത്തെറിച്ച് പോകണം. ഇതുവരെയും നിങ്ങളുടെ ആ ഒരു വിശ്വാസം, നിങ്ങളുടെ പേഴ്സണെ കുറേ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസമെല്ലാം പൊട്ടിത്തെറിച്ച് നിങ്ങളിപ്പം കുറേ മിഥ്യയായ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശ്വസിച്ച് വെച്ചിട്ടുണ്ടായിരുന്നായിരിക്കാം. അതെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് നിങ്ങൾക്ക് നീതി വേണം. കുറേ കള്ളത്തരങ്ങളും കാര്യങ്ങളും, ആ സിറ്റുവേഷൻ എന്താണോ അത് മുഴുവനായിട്ട്, ഇപ്പം സത്യമാണോ കള്ളമാണോ അതെല്ലാം മാറിയിട്ട് അവസാനിച്ചിട്ട് നിങ്ങൾക്ക് അതിലൊരു ജഡ്ജിമെൻറ്റ് വേണം, നിങ്ങൾക്ക് നീതി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന 11 നമ്പറാണ് വന്നിരിക്കുന്നത്, 2 നമ്പർ 11 2. ഓക്കെ, ഇത് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പാണ്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നില്ല. ഈ രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന കപ്പ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണിലേക്ക് മെസ്സേജ് അയക്കാനോ, നിങ്ങൾ എപ്പോഴും മുമ്പൊക്കെ ആണെങ്കിൽ ഏത് സമയം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ പിന്തുടർന്നുകൊണ്ടിരുന്നു, എന്ത് കാര്യത്തിനാണെങ്കിലും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു, എന്താ തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നു, തേർഡ് പാർട്ടിക്കൊപ്പമാണോ എന്നുള്ള രീതിയിലെല്ലാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല എങ്കിൽ പോലും, ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ പേഴ്സണെ തന്നെ ഏത് സമയവും നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ മറ്റൊരു കാര്യങ്ങളിലും ശ്രദ്ധ വച്ചിരുന്നില്ല. ഓക്കെ, ഈ കപ്പിലോട്ട് തന്നെയായിരുന്നു നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഈ ഒരു സമയത്ത് പേഴ്സൺ നിന്നുള്ള ശ്രദ്ധ എനിക്ക് മാറ്റിയേ മതിയാവോ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഇമോഷണലായിരുന്ന വ്യക്തി ആയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഹൃദയത്തെ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം അവരിയ്ക്കുന്നത് ഒരു കല്ല് വെച്ച സിംഹാസനത്തിലാണ്. കല്ല് വെച്ച സിംഹാസനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അത്രയും സ്ട്രോങ് ആയി മാറി എന്നുള്ളതാണ്. ഓക്കെ, ആ സിംഹാസനം കല്ല് വെച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ ജീവിത സാഹചര്യം കൊണ്ട് നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയി മാറി. ഇനി എന്താണോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ സത്യവും നീതിയുമെല്ലാം എനിക്ക് തിരിച്ചറിയണം എന്നുള്ള ചിന്തയിലോട്ടും നിങ്ങളുടെ പേഴ്സണിലോട്ടുള്ള ഒരു നോട്ടമെല്ലാം നിങ്ങളിപ്പോൾ മാറ്റി, നിങ്ങൾക്ക് സത്യവും നീതിയും എന്താണ് ഇതിൻ്റെ കാര്യത്തിലുള്ളത്, ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് നീതി വേണമെന്നുള്ള ചിന്തയോടു കൂടിയാണ് നിങ്ങൾ രാത്രി കഴിഞ്ഞു പോയത്. ഓക്കെ, എന്തായാലും നിങ്ങൾ പേഴ്സണെ വിട്ട് കളഞ്ഞില്ല, കപ്പൊന്നും എടുത്ത് കളയുന്നില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള എല്ലാ ഇമോഷനും സ്റ്റോപ്പ് ചെയ്തു. ചിലപ്പോൾ കരയുന്ന ഇമോഷനായിരിക്കും, എപ്പോഴും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമോഷനാണെങ്കിൽ അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അവരുടെ ഒരു കാല് ഫ്രണ്ടിലോട്ടും ഒരു കാല് ബാക്കിലോട്ടുമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇമോഷനെ ബാലൻസ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ഈ ഒരു കരച്ചിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല, എന്നെക്കൊണ്ട് കഴിയുന്നില്ല, ഞാൻ ഈ സാഹചര്യം ഞാൻ എങ്ങനെ കടന്നു പോകും എന്നൊക്കെ ചിന്തിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പം അത് രണ്ടും ബാലൻസിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ,
നിങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത്, കാരണം ആ ഒരു രാജാവ് ഇരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അതീവ ശക്തമായ തിരയാണ്. നിങ്ങളുടെ ചിലപ്പോൾ ലൈഫ് മൊത്തവും എടുത്ത് മറിക്കുന്നതായിട്ടുള്ള തിര, ആ ചുറ്റും കാണുന്നത് തിരയാണ്. ആ തിരകൾ മൊത്തവും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നെങ്കിലും നിങ്ങളിപ്പം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഭയാനകമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ അത്രത്തോളം ഇളകി മറിഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്താണോ ഏതാണോ ഒന്നും അറിയാൻ വയ്യാതെ ഇരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണെങ്കിലും നിങ്ങളത് ബാലൻസിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് വലിയ എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തിൻ്റെ മുകളിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുന്നു എന്നാണ് ഇത് മീനിങ് ആക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നീതി വേണമെന്ന് ആഗ്രഹിക്കുന്നത് എത്രയും ഒരു തീവ്രമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്ര തീവ്രമായിട്ട് ആലോചിക്കുന്നത് എന്തിനാണ്? ഏറ്റവും ഫോൺസ് ഭയങ്കര സ്പീഡിലാണ് നിങ്ങൾ ആലോചിക്കുന്നത്. എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഇത്ര സ്പീഡിൽ ആലോചിക്കുന്നത്? എന്ത് കാര്യം ചെയ്യുവാനാണ് നിങ്ങൾ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ പോവുകയാണ്. നിങ്ങൾ അത്രയും സ്പീഡിന് കുതിച്ച് ചാടുകയാണ്. എന്തോ ഒരു കാര്യം, ആരാണെന്ന് അറിയത്തില്ല, ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല, എന്തോ ഒരു കാര്യം അത്രയും സ്പീഡിന് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. അത്രയും സ്പീഡിന് ചിന്തിക്കുന്നുണ്ട്. ഇത് വന്നത് 3 ഓഫ് കപ്പാണ്. 3 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണോ കറക്റ്റായിട്ടുള്ള എന്ത് കാര്യമാണോ അതെല്ലാം നിങ്ങൾക്ക് പൊതുമധ്യത്തിൽ അറിയണം. അതിൻ്റെ നിയമം, അതിൽ ജസ്റ്റിസ് വേണം ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം. തേർഡ് പാർട്ടിയോടൊപ്പം പോകാനാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരികയാണ്. അത് അത്രയും സ്പീഡിന് എടുക്കുകയാണ്. അത് രാത്രി ചിന്തിച്ച കാര്യമാണ്. എനിക്ക് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ എന്താണ് എന്നുള്ള കാര്യം അറിഞ്ഞേ പറ്റുള്ളൂ. അത് അത്രയും വേഗത്തിലാണ് നിങ്ങളത് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയതാണ്. 6 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരുന്നത്. പേഴ്സൺ നിങ്ങൾക്ക് തരാതെ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിത അനുഭവം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പം നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം നോക്കി മനസ്സിലാക്കി ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാഠമായിട്ട് നിങ്ങൾ വയ്ക്കുകയാണ്. അത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് അറിയത്തില്ല. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻ അത് ജീവിതത്തിലൊരു പാഠമാക്കി നിങ്ങൾ മാറ്റുകയാണ്. ഇനി ഒരു വ്യക്തിയെയും ഇതുപോലെ ഞാൻ വിശ്വസിക്കുകയോ ചെയ്യുകയുള്ളൊരു ജീവിത പാഠമാക്കി വരികയാണ്. ഓക്കെ, മറ്റ് ചില ആൾക്കാർ സ്വയം സന്തോഷിക്കാൻ ശ്രമിക്കുകയും മറ്റ് എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളിലേക്കൊക്കെ കടന്നു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ചില ആൾക്കാർ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങളെ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ നിങ്ങൾ വരുന്നു. നിങ്ങളുടെ പ്ലാനിങ്ങും നിങ്ങളുടെ ചിന്തയും കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഉറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി അഥവാ ചില വ്യക്തികളുടെയാണ്, എല്ലാ വ്യക്തികളുടെയും അല്ല, അഥവാ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ പോലും നിങ്ങളിനി എന്താണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് മാത്രമേ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പേഴ്സന് കൊടുക്കുകയുള്ളൂ. ഇത്രയും നാൾ നിങ്ങളങ്ങനെയല്ല, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ പേഴ്സന് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല. ഇനി എന്താണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് മാത്രമേ നിങ്ങളുടെ പേഴ്സന് നിങ്ങൾ കൊടുക്കുകയുള്ളൂ എന്നുള്ള ജീവിത പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പേഴ്സണെല്ലാം ലൈഫിൽ ആര് തന്നെ വന്നിരുന്നാൽ തന്നെയും നിങ്ങൾ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞു. അടുത്തത് ടേണിംഗ് ഇൻ. നിങ്ങൾക്കൊരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാത്തിലും നിങ്ങളിപ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റ് അതെല്ലാം മതിയാക്കി നിങ്ങളുടെ വേറൊരു വശത്തേക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു ഓഫറോ എന്തെങ്കിലും തരുന്നെങ്കിൽ തന്നെയും നിങ്ങളിപ്പോൾ അതിലൊന്നും അല്ല നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെയാണ് ഒരു ചെറിയ സ്മൈലൊക്കെ ഈ ഒരു ഫേസിൽ കാണാം. നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള
സന്തോഷത്തെ നിങ്ങൾ അന്വേഷിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന മറ്റ് പല മുഖങ്ങളെയും നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു. നിങ്ങളുടെ ചിലപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ, വിഷമങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ അലട്ടിയിരുന്നു. ദിവസം ഉറക്കമില്ലായ്മയുടെ പല പല മുഖങ്ങളുണ്ട്. നിങ്ങളെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള നിങ്ങളായിട്ടുള്ള പല മുഖങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ മാച്ചു കളഞ്ഞു. ഓക്കെ, ഇപ്പം നിങ്ങൾ അങ്ങനെയുള്ള ടെൻഷനിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല പോകുന്നത്. ഇവിടെ ഒരുപാട് പേടിപ്പിക്കുന്നതായിട്ട് നിലവിളിക്കുന്നതായിട്ടുള്ള മുഖങ്ങൾ കാണാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, അതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചു. ഇപ്പം നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയധികം നിങ്ങൾ നിങ്ങളുടേതായ സന്തോഷം എന്താണോ, നിങ്ങൾ ചില പൈശാചികമായ ചിന്തകളിൽ, ഓക്കെ, ചില പൈശാചികമായ ചിന്തകളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങളിതുപോലെ ചില റിലേഷനിൽ കെട്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ചില ചിന്ത എന്ന് പറയുമ്പോഴത്തേക്ക് മോശമായിട്ടുള്ള ചിന്തയാകാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല, ഇതോടുകൂടി ഞാൻ നശിച്ചു, എൻ്റെ ലൈഫ് തീർന്നു എന്നുള്ള രീതിയിൽ ഇതിനൊക്കെ ഒരു ഡെവിളിൻ്റെ ചങ്ങലയാൽ നിങ്ങൾ കെട്ടിപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലാണ്ട് ഒരുപാട് ഡെവിളുകൾ പിറകെ നിൽക്കുന്നുണ്ടോ, നിലവിളിച്ചു നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുമുണ്ടായിരുന്ന ആ പല കാര്യങ്ങളിൽ നിന്നും ഈ ഡെവിൾ എന്നുള്ളൊരു ശക്തിയെ, എല്ലാ ഡെവിളിൻ്റെ ഫേസുകളെയും നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾക്കൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പം സ്വന്തമായിട്ട് ധ്യാനിക്കുന്നതിനും യൂണിവേഴ്സിന് ഉള്ളിലോട്ട് ഒരു സ്നേഹവും സമാധാനവും സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ നൈറ്റ് തോട്ട്, നിങ്ങളുടെ നൈറ്റ് ചിന്തകളാണ് നിങ്ങളുടെ. ഓക്കെ, രാത്രി ചില വ്യക്തികൾ ധ്യാനിക്കുന്നുണ്ടായിരിക്കാം. ഇതുപോലെ മറ്റു ചിന്തകൾ ഇതുവരെ രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഇത്രത്തോളം കരഞ്ഞ് വിഷമിച്ചിരുന്ന വ്യക്തികൾ ഈ കഴിയുന്ന നൈറ്റുകളിൽ നിങ്ങൾ ഇതുപോലെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട്, ചില വ്യക്തികൾ, എല്ലാ വ്യക്തികളുമല്ല, അവരുടെ ഡെവിളിനെ എല്ലാം പുറത്താക്കിക്കൊണ്ട് അവർ ധ്യാനിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ സോളുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ഒരു ചെറിയ പുഞ്ചിരിയോട് തന്നെയാണ് അവർ രാത്രി ഉറങ്ങുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഹാർമണി, നിങ്ങൾ ഐക്യം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും സന്തോഷം നിങ്ങൾ കാണുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഐക്യവും സ്നേഹവും എല്ലാം നിങ്ങൾ ദൈവികമായിട്ടുള്ള നിങ്ങളുടെ സോള് തന്നെ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഒരുപാട് ഹാപ്പി ആയിരിക്കുകയാണ്. നിങ്ങൾ ഹാപ്പി അന്വേഷിക്കുകയാണ്. ഓക്കെ, ഇതുവരെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ ഇത്രത്തോളം സന്തോഷിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻ്റെ കാര്യങ്ങളെല്ലാം വിട്ടുകളയുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം നിങ്ങൾ വിട്ടു പോവുകയാണ്. 10 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പെയിൻ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ വിട്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു സണ്ണ് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലാക്ക് ആയിട്ടുള്ള എല്ലാ ചിന്തകളും കാര്യങ്ങളും അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ബ്ലാക്ക് ആയിട്ടുള്ള എല്ലാ ചിന്തകളും കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സണ്ണ് വരുന്നുണ്ട്. നിങ്ങൾ പുഞ്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം പതുക്കെ 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 ഈ കറുത്ത എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി വരികയാണ്. ഓക്കെ, നിങ്ങളിപ്പം നിങ്ങളുടെ ഐക്യം നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ ഇമോഷണൽ പ്രോബ്ലവും, കരച്ചിലും കണ്ണീരും ദുഃഖവും അലർച്ചയും വിളിയും മൂടലും ഒറ്റപ്പെടലും എല്ലാ കാര്യങ്ങളും തന്നെയാണെങ്കിലും അതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഒരു അന്ധകാരമായിരുന്നെങ്കിൽ, ഒരു കർത്തവാവായിരുന്നെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പൂർണ്ണ ന്യൂ മൂണിൻ്റെ ഒരു പ്രവാഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഭയങ്കര ദുഃഖമായിരുന്നു. ആ ദുഃഖമെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഫേസ് നിങ്ങൾക്ക് വരികയാണ്. ഓക്കെ, ഇതൊന്നും കാണുന്നില്ലായിരുന്നോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ കറുത്ത ഫേസുകളെല്ലാം മാറിയിട്ട് നിങ്ങൾക്കൊരു ഫേസ്, ഇതും ഇവിടെയും കാണിക്കുന്ന ഫേസ് തന്നെയാണ്. ആ ഒരു കറുത്ത ഫേസുകളെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് പുഞ്ചിരിക്കുമെന്ന് നിങ്ങളുടെ സന്തോഷം തെളിഞ്ഞു വരികയാണ്. നിങ്ങളുടെ സമയം മാറി വരികയാണ്. നിങ്ങൾ എല്ലാ ഇമോഷനും, ഇതെല്ലാം ഇമോഷനാണ്. ഇമോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കരച്ചിൽ, കണ്ണുനീര്, നിങ്ങളുടെ പേഴ്സൻ്റെ പിറക്കെയുള്ള ഓട്ടം, ചേസിങ്, മെസ്സേജ്, പ്രൊഫൈൽ പിക്ക്, ഇതെല്ലാം നിങ്ങൾ നോക്കി നിന്ന് നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച്
ആ വിഷമങ്ങളെല്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ മൂൺ വരികയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഹാർമണിയിൽ കൂടി പോവുകയാണ്. നിങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റു ചിലർ ഈ ഒരു എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് നിങ്ങളിപ്പോൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എത്രത്തോളം ആൾക്കാർ ഇത് പോസിറ്റീവായിട്ട് എടുക്കുന്നു, എത്ര വ്യക്തികളാണ് പോസിറ്റീവായി തീർന്നിരിക്കുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പെയിൻ നിങ്ങളിൽ നിന്ന് മാറി വരികയാണ്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങൾ എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ പോസിറ്റീവായി നിങ്ങൾ എന്നുള്ള കമൻറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എഴുതുന്ന ഓരോ പ്രാവശ്യം നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിൽ അഫർമേഷൻ ആകുകയാണ്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഇമോഷൻ ആകുന്നു എന്നുള്ളത്. നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഇമോഷനാണ്. അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, റീഡിംഗ് എന്ന് പറയുന്നത് ഒരു അഫർമേഷനാണ്. ആ അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആകുന്നതാണ്. നിങ്ങളുടെ ഈ പെയിൻ മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പെയിൻ മാറി. ഓക്കെ, നിങ്ങളെ ചതിച്ചവരെല്ലാവരും നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റിസ് വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളെല്ലാം എറിഞ്ഞിരിക്കുന്നു. ആര് ചതിച്ചാലും ശരി, എന്തെങ്കിലും ശരി, അതിന് നിങ്ങൾക്ക് നീതി കിട്ടും, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. ഇതിനൊരു ജഡ്ജിമെൻ്റ് ഉണ്ടെന്നും നിങ്ങളും ദൈവത്തോട് നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിലവിളിച്ച് കരയുകയല്ല, ഒരു പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റിസ് കിട്ടുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ പല വ്യക്തികളും കർമ്മയാണ്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പൂർവ്വജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മയായിരിക്കും ഞാൻ ഈ അനുഭവിക്കുന്നത്. ഈ ജന്മങ്ങളിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ കർമ്മം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ അതെല്ലാം സഹിക്കാൻ തയ്യാറാണ്. എല്ലാം കർമ്മയ്ക്ക് വിട്ടുകൊടുക്കുന്നതായിട്ടുള്ള വ്യക്തികളും ഈ ഒരു സമയത്ത് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ കുറേ ഇല്യൂഷനായിരുന്നു, നിങ്ങൾക്കുള്ള ഭ്രമമായിരുന്നു ഈ റിലേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ പിറക്കെ ഒരു ഉറക്കപ്പിച്ചിൽ എണീറ്റ് ഓടുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നിങ്ങൾ തിരിച്ചറിയുന്നു. അതൊരു ഭ്രമമായിരുന്നെന്നും ഭ്രമത്തിനപ്പുറത്ത് നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്ങും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഓക്കെ, എങ്കിലും നിങ്ങൾ പേഴ്സൻ്റെ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആക്കരുത്. ആ നിമിഷം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. നമുക്കടുത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു നോക്കാം. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു, നിങ്ങളുടെ റിലേഷനെ പ്രതി എന്തായിരുന്നു നൈറ്റ് തോട്ട്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. Please guide me, Mother Universe. Please guide me. Thank you, Universe. Thank you. Please guide me, Mother Universe. എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്? നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷനെ പ്രതിയായിരിക്കാം ബേർഡൻ അനുഭവം. ഇപ്പം ഏത് സിറ്റുവേഷനാണോ നിങ്ങൾക്ക് പെയിൻ തരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ക്ഷീണിതനായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് ഉണ്ട്. ഓക്കെ, 6 നമ്പറാണ് വന്നിരിക്കുന്നത്, 6, 9. ഓക്കെ, ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ പ്രതിയുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമുക്ക് ബേർഡൻ നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ബേർഡൻ
ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം രണ്ട് സിറ്റുവേഷനെ തങ്ങൾ ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല. മുന്നോട്ടുള്ള ഒരു വഴിയും കാണുന്നില്ല. ആകെ ക്ഷീണിച്ച്, മാനസികമായിട്ടാണെങ്കിൽ ശരി തന്നെ ആകെ ക്ഷീണിച്ച് തൻ്റെ സോളിനെ അന്വേഷിക്കുന്നത്. കാരണം ഒരു പെയിൻ വരുന്ന സമയത്താണ് എല്ലാവരും അവരുടെ സോളിനെ അന്വേഷിക്കുന്നത്. അതുവരെ സ്വന്തം സോളിനെ അന്വേഷിക്കത്തില്ല, സ്വന്തം സോളിൻ്റെ പെയിൻ എന്തെന്ന് അറിയത്തില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവഴിക്കും. നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ, സമയമെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വന്തം സോളിനെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് ബേഡനിൽ കൂടി കടന്നു പോവുകയാണ്. മറ്റൊരു സ്ഥലത്തേക്ക് മാറണം, നീങ്ങിപ്പോകണമെന്ന് അവരാഗ്രഹിക്കുന്നു. കാരണം ഇവിടെ മൊത്തവും കുന്നും മലയും ഒക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. കാരണം നിങ്ങളുടെ പേഴ്സൺ ഏതോ വ്യക്തികളാൽ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ മുകളിൽ വേറൊരു വ്യക്തി, അതിൻ്റെ മുകളിലൊരു കോഴി, ഈ കോഴിയും പിടിച്ച് ഈ കോഴിയുടെ ഭാരവും മുകളിലിരിക്കുന്ന നിങ്ങളുടെ തേർഡ് പാർട്ടിയാണോ എന്തോ, ആ തേർഡ് പാർട്ടിയുടെ ഭാരവും അതും എല്ലാം പിടിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു മല കടന്നു പോകണം, ഇത്രയും വലിയ മല അത് കടന്ന് അപ്പുറത്ത് പോകണം എന്ന് കൽപ്പിക്കുന്നുണ്ട്. പേഴ്സണ് സഹിക്കുന്നതിനപ്പുറം ഭാരം നിങ്ങളുടെ പേഴ്സൺ ചുമക്കുകയാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. ഏത് സെലക്ട് ചെയ്യണമെന്നും ഒരു പിടിയും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ പോവുകയാണ്. കറക്റ്റ് കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ജഗിൾ ചെയ്യുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ജഗിളിങ് സിറ്റുവേഷനിലാണ്. രണ്ട് കാര്യങ്ങളെ തങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. ഇവിടെ 6 നമ്പർ വന്നിട്ടുണ്ട്, 9 നമ്പർ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ, എർത്ത് സൈൻ, ഫയർ സൈൻ വന്നിട്ടുണ്ട്, എർത്ത് സൈൻ വന്നിട്ടുണ്ട്, എയർ സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് ഹാങ്ഡ് മാനാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പഴയ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയെല്ലാം വിട്ട് ഉപേക്ഷിച്ച് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. 12 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കാൻ വയ്യാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി, ആ സ്റ്റക്നെസ്സിൽ നിന്നെല്ലാം മാറിപ്പോകണം. ഈ ഒരു സമയത്ത് സ്റ്റക്കായി നിൽക്കുകയാണ്. പക്ഷേ അതല്ല, അതിൽ നിന്നും പുറത്ത് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് എങ്കിൽ പോലും അതിൽ കൂടി ചിന്തിക്കുകയാണ്. ഒരു ന്യൂ ബിഗിനിങ്, ഒരു ഗ്രോത്ത് അവർ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങളുമായിട്ട് അവർ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ അത് ഓർക്കുന്നുണ്ട്. അവർ പഴയ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവർ ഓർക്കുന്നുണ്ട്. ഏതാണ്ട് ഇവിടെ ഇരുന്ന് ഓർക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നേ പരിചയമുള്ള വ്യക്തിയായിരിക്കാം ഇത്. നിങ്ങളുടെ ജോലി സ്ഥലത്തോ മറ്റോ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ കൂടെ പഠിച്ചതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മ അവരെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ആ ഒരു സംഭവത്തെ അവർ ഓർക്കുന്നു. എത്രത്തോളം സ്നേഹിച്ച വ്യക്തിയാണ് നിങ്ങൾ, എത്രത്തോളം അവരെ ഇതുപോലെ സ്നേഹിച്ചിട്ട് കാണുന്നുണ്ടോ? നിങ്ങളിതുപോലെ സ്നേഹിച്ചിരുന്നു, പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാതെ നിങ്ങൾ ഇതുപോലെ ഒറ്റപ്പെടുത്തിയതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയ ദിവസങ്ങളെ ഓർത്ത് അവർ ഒരുപാട് സങ്കടപ്പെട്ട് നോക്കുകയാണ്. ഇതുപോലെ നിങ്ങളെ ഉപേക്ഷിച്ചാണ് പോകുന്നത്. അവർക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, എല്ലാം ഉപേക്ഷിച്ച് അവർ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ നൈറ്റിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഇതുപോലെ ആയിരുന്നല്ലോ ആ ദിവസങ്ങൾ, പഴയ ദിവസങ്ങൾ, മുന്നേ ഉള്ള ദിവസങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്നത് 5 നമ്പർ വന്നിട്ടുണ്ട്, 6 നമ്പർ വന്നിട്ടുണ്ട്. എർത്ത് സൈനാണ്, ടോറസ് ആണ് വന്നിരിക്കുന്നത്. അടുത്തത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഗോ വിത്ത് ഫ്ലോ പോകുക എന്നുള്ളതാണ്. ഇനി എന്താണെങ്കിലും ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നിങ്ങളിലേക്ക് വരണമെന്നും അത് വരുന്ന സമയത്ത് വരുന്നത് പോലെ കാണാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്.
എന്ത് നന്മയാണെങ്കിലും അപകടമാണെങ്കിലും ഈ റിലേഷനിൽ എന്ത് തന്നെ ആണെങ്കിലും ആ റിലേഷനുമായിട്ട് നിങ്ങളുടെ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ വീണ്ടും സ്നേഹിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇത്രയും നാളും നിങ്ങൾക്കൊരു സ്നേഹമോ കാര്യമോ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കപ്പിൽ നിന്ന് ഇമോഷനാണ് ഈ ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് പകുത്തു കൊടുക്കുക. ഇത്രയും നാളും നിങ്ങളെ കാലി കപ്പായിട്ട് ഇട്ടിരുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾക്കൊന്നും തരാതെ ഒരു ഒഴിഞ്ഞ കപ്പായിട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഇന്നലെ രാത്രി മുഴുവൻ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ കപ്പ് നിറയുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ, കാരണം നിങ്ങളുടെ പേഴ്സൺ പതുക്കെ അങ്ങോട്ട് ഒഴുക്കി തുടങ്ങിയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. ഓക്കെ, കാരണം ഇവിടെ ബാലൻസിങ്ങിലാണ് വരുന്നത്, ന്യൂ ബിഗിനിങ് ഉണ്ട്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു വഴി കാണാം, നിങ്ങളുടെ ലൈഫിലേക്ക് ന്യൂ ബിഗിനിങ്ങിലേക്കുള്ള വഴി നിങ്ങളുടെ പേഴ്സൺ കണ്ടെത്തിയിരിക്കുകയാണ്. ഓക്കെ, യൂണിവേഴ്സിൻ്റെയും ഏഞ്ചലിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഒരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 1455 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 5 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് ഇത് തന്നെയാണ് റിപ്പീറ്റായിട്ട് വരുന്നത്. നിങ്ങളെക്കുറിച്ച് വളരെ ചിന്തിക്കുന്നുണ്ട്. ഇത് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങൾ, മുന്നേ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചോ ആ സ്നേഹങ്ങളെല്ലാം ഇരുന്ന് ഓർക്കുകയാണ് അവിടെ കുത്തിയിരുന്ന്. എന്നിട്ട് നിങ്ങളെ ഇത്രയും സ്നേഹിച്ച് നിങ്ങളെ വിട്ടിട്ടാണല്ലോ പോയത്. നിങ്ങൾ ആ ഒരു സമയത്ത് എന്തുമാത്രം വേദന അനുഭവിച്ച് കാണും, നിങ്ങൾ എത്രത്തോളം കരഞ്ഞു കാണും. ആ ഒരു സമയത്ത് നിങ്ങളുടെ കരച്ചിലോ അല്ലെങ്കിൽ നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞ് കിടന്ന് വിളിച്ച സമയത്തോ ഒന്നും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഇന്നലെ ഒരു രാത്രി നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുകയും നിങ്ങളെ വിട്ടുപോയ സമയങ്ങളെ ഓർത്ത് അവർ ഒരുപാട് ദുഃഖിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് നഷ്ടപ്പെടുത്തിയ വീണ്ടും വന്നിരിക്കുന്ന ഗോ വിത്ത് ഫ്ലോ പോകാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് ഓർത്തിട്ട് അത് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ ആ എല്ലാ കപ്പുകളെയും നിങ്ങളുടെ പേഴ്സൺ തട്ടിക്കളഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ പിറകെ കിടന്ന് കരയുന്നുണ്ട്, പോവല്ലേന്നോ അല്ലെങ്കിൽ എന്നെ വിട്ടേച്ച് പോവല്ലേ എന്നുള്ള രീതിയിലെല്ലാം നിങ്ങളുടെ പേഴ്സൺ നിലവിളിച്ച് കരയുന്നുണ്ട്. പക്ഷേ ആ നിലവിളി ഒന്നും കേൾക്കാതെ നിങ്ങളുടെ കരച്ചിലും വിഷമങ്ങളും നിങ്ങളുടെ കാലുപിടി യാചനയെല്ലാം അവിടെ തട്ടിക്കളഞ്ഞിട്ടാണ്. ആ തട്ടിക്കളഞ്ഞ കപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ തിരിച്ച് നിങ്ങളിലേക്ക് വരണം. അപ്പോൾ തിരിച്ച് വന്ന സമയത്ത് നിങ്ങളവിടെ ഇല്ല, നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവിടെ ഇല്ല. നിങ്ങൾക്ക് പകരം ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ തട്ടിയിട്ടേച്ച് പോയിട്ടുള്ള കപ്പുകൾ മാത്രം അവിടെ കിടപ്പുണ്ട്. അവിടെ കുറച്ച് റെഡ് കളർ കിടപ്പുണ്ട്. ആ റെഡ് കളർ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രണയത്തെയാണ്. ആ പ്രണയം ആ ഒരു കപ്പിൽ നിന്ന് മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോ. ഇനി നിങ്ങൾ അവരെ സ്നേഹിക്കാൻ കാണുമ്പോൾ നിങ്ങൾ അവരെ വിശ്വസിക്കുമോ? പഴയതുപോലെ വിശ്വസിക്കുമോ? ഇവരവിടെ വിഷമിച്ച് തകർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷേ യൂണിവേഴ്സ് അവർക്കൊരു വഴി നിങ്ങളിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. അവരുടെ വിചാരം ഇത്രത്തോളം പെയിൻ തന്ന് പോയിട്ടുള്ള നിങ്ങൾ പല വ്യക്തികളാണ്. എല്ലാവരും ചിലപ്പോൾ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടായിരിക്കത്തില്ല. ഇതിൽ കുറച്ചെങ്കിലും സ്നേഹം ബാക്കി വെച്ചിരിക്കുന്നവരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. ചില വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കുറച്ച് സ്നേഹം കാത്തിരിപ്പുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഇവിടെ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് സ്റ്റേബിളായിട്ട്. പക്ഷേ അതിലൊന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നില്ല. ഗോ വിത്ത് ഫ്ലോ പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും തടസ്സങ്ങളാണ് ഉള്ളത്. ഓക്കെ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ തടസ്സങ്ങളാണ്. നിങ്ങൾ പല വ്യക്തികളും പറയും കുതിരപ്പുറത്തിരുന്നിട്ട് ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും കുതിരപ്പുറത്തൊക്കെ കയറി നിങ്ങളിലേക്ക് എത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചില തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, ഒരുപാട് വിഷമത്തിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ അനങ്ങാൻ വയ്യാത്ത ക്ഷീണിതനായിരിക്കുന്ന അവസ്ഥയാണ്. ആഹാ, രണ്ടും വന്നോ? 2 കാർഡ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. രണ്ടും നല്ല രീതിയിലുള്ള പെയിൻ്റെ കാർഡ് തന്നെയാണ്. 8ഉം 9ഉം തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിലവിളിക്കുകയാണ്. ഓക്കെ, ഒരുപാട് നിങ്ങളുടെ പേഴ്സനെ പിറകിൽ നിന്നുള്ള കുത്തും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ലഭിച്ച് കഴിഞ്ഞു. നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ നിലവിളിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ നിലവിളിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ചുറ്റും ഒരു ബ്ലാക്ക് എനർജിയാണ്
നോക്കൂ, ഇവിടെ ഒരുപാട് കൈകൾ വന്നിട്ടുണ്ട്. ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളുടെ പേഴ്സൻ്റെ തലയിൽ മൊത്തവും ഒരു പിശാചിൻ്റെ, ഒരു ഡെവിളിൻ്റെ കൈയാണ്. നഖങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഓക്കെ, നഖങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഒരു പിശാചിൻ്റെ കൈ ആണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. ഒരു കറുത്ത കൈ വന്ന് നിങ്ങളുടെ പേഴ്സണെ ഇങ്ങനെ വേദനിപ്പിക്കുകയാണ്. ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, ഡിപ്രഷനാണ്, ഓവർ തിങ്കിങ് ആണ്, അത്രത്തോളം നിലവിളിക്കുകയാണ്. ഒരുപാട് കറുത്ത് ഇരുണ്ട ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത്. കാരണം ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു ബ്ലാക്ക് എനർജിയുടെ കാര്യം. നിങ്ങളുടെ പേഴ്സണെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ നിങ്ങളുടെ പേഴ്സണെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്. ഇവിടെ കുറേ പൂക്കൾ വന്നിരിക്കുന്നുണ്ട്, ഒരു വൈറ്റ് പൂക്കൾ വന്നിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പിങ്ക് കളറും ഒക്കെ വരുന്നുണ്ട് ഇവിടെ. ആ ഒരു കറുത്ത ഭാഗം മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ പോസിറ്റീവ് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ എഫക്റ്റായിട്ട് വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പതുക്കെ മാറി വരുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഗിൽറ്റ്, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് കാണിച്ചതിന് ഗിൽറ്റ് ഫീലിംഗ് ആണ്. ഇത് മൊത്തവും ഗിൽറ്റ് ഫീലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങളോട് കാണിച്ചതിനെല്ലാം നാണക്കേടും മാനക്കേടും. ഇനി എങ്ങനെ നിങ്ങളുടെ ഫേസിൽ നോക്കും, നിങ്ങളോട് എങ്ങനെ വരും? നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫേസിലോട്ട് അവർക്ക് നോക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ഗിൽറ്റ് ഫീലിങ്ങിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് ചെയ്യാനാ. ഒരു വെപ്രാളത്തിൽ ഇതെല്ലാം ചെയ്തു പോയി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ സ്നേഹത്തെ ഓർത്തിട്ട് അവർ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ഹൃദയം വേദനിക്കുന്ന പ്ലാനിങ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോകണം. കിങ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കിങ് ഓഫ് സോഡിൽ നിന്ന് അവർക്ക് പുറത്ത് പോകണമെന്ന് അവർ പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ ഡബിൾ എനർജി തന്നെയാണ് അവരെ ഡിപ്രഷനിലാക്കുന്ന വ്യക്തികളുടെ സംസാരത്തിൽ നിന്നും. ഇവിടെ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം അവർക്ക് പുറത്ത് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്ലാൻ ചെയ്യുകയാണ് ഇന്നലെ രാത്രി. ഓക്കെ, രാത്രിയിലെ ചിന്ത അതാണ്. അതിൽ നിന്നെല്ലാം പുറത്ത് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സൻ്റെ ഉള്ളിലെ ചിന്ത, അവരുടെ സ്പിരിച്വൽ എന്താണ് പറയുന്നത്, അവരുടെ സോൾ എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ച് ബിഗിനിങ്ങിൽ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ആ ഒരു അന്ധകാരമെല്ലാം മാറിയിട്ട് ഇവിടെ ഒരു പിങ്ക് കളറിലെ ഫ്ലവേഴ്സൊക്കെ വരികയാണ്. അവരിപ്പോൾ ഒരു ഇന്നോസെൻ്റായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അതെല്ലാം മാറി അവരിപ്പോൾ ഒരു കുട്ടിയെ പോലെ ആയിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളടുത്ത് ഭയങ്കര രീതിയിൽ എംബററിൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഒരു മണ്ണാങ്കട്ടയും ചിരട്ടയൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് അവിടെ ഇരുന്ന് കളിക്കുന്ന രീതിയിൽ അത്രത്തോളം ഇന്നസെൻ്റായി മാറിക്കഴിഞ്ഞു. ഒരു ചിരട്ടയും കുറച്ച് മണ്ണും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇരുന്ന് കളിക്കും. ആ ഒരു രീതിയിൽ അത്രത്തോളം മാനസികമായിട്ടും തളർന്ന് നിങ്ങൾ ഇതെല്ലാത്തിനും കാരണം ഈ ആൾക്കാരാണെന്ന് ചിന്തിക്കണം. കാരണം അവർ ആണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ആ ഒരു വിലയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഏറ്റവും ഇന്നസെൻ്റായിട്ട് ഒരു കുഞ്ഞെങ്ങനെയാണോ തുമ്പിയുടെ കൂടെയൊക്കെ കളിക്കുന്നത് അതുപോലെ വട്ടായെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആരും അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളുടെ പേഴ്സൺ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ തുമ്പിയെ പിടിക്കാൻ വേണ്ടി പോകുമെന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രായമായ ആ മനുഷ്യൻ അവർക്ക് അവരുടേതായ കാര്യങ്ങളെല്ലാം ഇതുണ്ട്. അവർ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. എങ്കിലും മനസ്സൊരു കുഞ്ഞിനെ പോലെ, കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് സന്തോഷിക്കുന്നത് അതുപോലെ സന്തോഷിക്കാൻ തയ്യാറാണ്. എംബ്രറിൻ്റെ ആ ഒരു സ്വഭാവമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഒരുപാട് നിങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ടായിരിക്കാം, സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരിക്കാം, പട്ടാള ചിട്ടകളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളടുത്ത് കയറി പിടിച്ച് തൂങ്ങി കയറാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിലത്തൂടെ കിടന്ന് എഴയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നുമല്ല. ഇപ്പം തുമ്പീനെ നമുക്ക് എങ്ങനെ പിടിക്കാം, നമുക്ക് രണ്ടുപേർക്കും കൂടി പിടിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു കുഞ്ഞുങ്ങളുടെ എങ്ങനെ ആ ഒരു ശീലം അതുപോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ജീവിതത്തിൽ ഹാപ്പി വരുന്നുണ്ട്. അന്ധകാരങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്.
അപ്പോൾ ഇന്നലെ രാത്രി ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നിങ്ങളുമായിട്ട് നിങ്ങളൊരു ഇന്നസെൻ്റ് ആണെന്നും നിങ്ങളുടെ പേഴ്സൺ ഇനി അങ്ങനെ നിങ്ങളോട് പ്രവർത്തിക്കുകയുള്ളൂ എന്നും നിങ്ങളുടെ ഇന്നസെൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിനെ അവരിലേക്ക് കൊണ്ടുവന്നെന്നും ഒക്കെ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടും ഒരു കുഞ്ഞിനെ അമ്മ എത്രയൊക്കെ അടിച്ചിരുന്നാലും അടിക്കുന്ന സമയത്ത് എത്രയും അടിച്ചിട്ട് വേദന കൊണ്ട് കരയുന്ന സമയത്തും കൊച്ചെന്താണ് ചെയ്യുന്നത്? അമ്മ എന്ന് വിളിച്ചിട്ടാണ് കരയുന്നത്. അതുപോലത്തെ വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾക്ക് എത്രത്തോളം വേദന തന്നോ, എത്രത്തോളം കരയിപ്പിച്ചോ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വിളിച്ചാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഉള്ളിലെ ഇന്നസെൻസിനെയും കാര്യങ്ങളെയും നിങ്ങൾ എത്രത്തോളം സത്യമുള്ള വ്യക്തിയായിരുന്നെന്നും ഒക്കെ മനസ്സിലാവുന്നു. നിങ്ങളൊരു കുഞ്ഞിനെ പോലെയാണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ 2 കുഞ്ഞുങ്ങളും കൂടി ചേരുമ്പോഴത്തേക്ക് ഓക്കെ ആവും. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ഇന്നസെൻസ് മനസ്സിലാക്കി അവരും ഇപ്പം ഈ കാര്യങ്ങളിലേക്ക് എല്ലാം കടന്നു പോയിട്ട് അവരും ഒരു ഇന്നസെൻസായിട്ട് ഏറ്റവും നല്ലൊരു കുഞ്ഞിനെ പോലെ നിങ്ങളുടെ അടുത്തോട്ട് വരികയാണ്. ജീവിതത്തിലുണ്ടായിരുന്ന ചതിയും വഞ്ചനയും എല്ലാം അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം നിങ്ങളെ ഒരു സ്റ്റാറിനെ പോലെയാണ് കാണുന്നത്. ഓക്കെ, ജീവിതത്തിലുണ്ടായിരുന്ന തേർഡ് പാർട്ടിയുടെ സ്വഭാവത്തെയും അവരെന്തിനു വേണ്ടി വന്നെന്നും എങ്ങനെയാണ് ഈ റിലേഷനെ തകർത്തത് എല്ലാം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടും ഏറ്റവും നല്ല ഒരു റീഡിംഗ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവായി സംഭവിക്കട്ടെ. എൻ്റെ വീഡിയോ കാണുന്ന ഈ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇത് ഏറ്റവും അട്രാക്റ്റായി മാറട്ടെ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലേക്ക് ഇത് അഫർമേഷനായി മാറിയതിനായി ഞാൻ നന്ദി പറയുന്നു. യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ റീഡിങ്ങിൽ ഉടനീളം കൂടിയിരുന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ശാന്തി സമാധാനവും ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരാൾ പോലും നശിച്ചു പോകാതെ, കാരണം നിങ്ങൾക്കറിയാമല്ലോ ചെറിയ റിലേഷൻ്റെയും മറ്റും പ്രശ്നങ്ങളിൽ കൊച്ചു കുട്ടികൾ വരെ എന്തെല്ലാം കാണിച്ച് കൂട്ടുന്നു. അവർക്ക് അമ്മയ്ക്കും അച്ഛനും അവരെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് പോസിറ്റിവിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിന് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ഒരു റീഡിംഗ് ആയിരിക്കും അവരെ സഹായിക്കുന്നത്. അവരിൽ ഒരു പ്രതീക്ഷയായിരിക്കും അവരെ മുന്നോട്ട് ജീവിപ്പിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സമയത്താണ് കുഞ്ഞു മക്കളായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ഇത് കുഞ്ഞു മക്കൾക്ക് വരുന്ന റീഡിംഗ് അല്ലെങ്കിൽ പോലും അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ ഞാനുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതിന് ഒന്ന് അവരെ സഹായിക്കുക. കാരണം ഒരു മക്കളും ആവശ്യമില്ലാത്ത ചിന്തകൾ, പൈശാചികമായിട്ടുള്ള ചിന്തകളിൽ ഇതുപോലെ ഡബിള് നശിപ്പിച്ച് കുഞ്ഞു മക്കളെ കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളും കൂടി ഒന്ന് സഹായിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബിന് വേണ്ടിയിട്ടൊന്നും അല്ല, അങ്ങനെ കൊച്ചുങ്ങളുടെ അടുത്ത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറയുക. ഒരുപാട് ടെൻഷനിലോട്ട് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യുക. അഫർമേഷൻ പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം എഴുതുന്നോ, ഞാൻ റിപ്ലൈ ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം എഴുതുന്നോ. ചിലപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി കമൻ്റ് ഒന്നും ഇടുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. കാരണം നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ സോളിനോടാണ് എഴുതുന്നത്, എന്നോടല്ല. നിങ്ങൾ യൂണിവേഴ്സിനോടാണ് എഴുതുന്നത്. അപ്പം നിങ്ങൾ എഴുതുന്നത് ഓരോന്നും അഫർമേഷനാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് എഴുതാവോ അത്രത്തോളം നിങ്ങൾക്ക് അഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. കാരണം ഇമോഷനായിട്ട് ഇത് അഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ എഴുതുന്നത് ആ ഒരു സമയം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ആ സമയം വരുന്നത്. നിങ്ങൾ ഭയങ്കര ഫീലിങ്സിലിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എഴുതുന്നത് അഫർമേഷനായിട്ട് മാറും. നിങ്ങൾ എത്രത്തോളം എഴുതാമോ പോസിറ്റീവായിട്ട് എഴുതണം. നിങ്ങളെ പേഴ്സൺ ഇങ്ങനെയൊക്കെ ചതിച്ചു എന്ന് മാത്രം എഴുതാതെ നിങ്ങൾ പോസിറ്റീവ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ചതിച്ചു എന്ന്. അത് വീണ്ടും എന്തിനാണ് പറയുന്നത്? അത് വീണ്ടും കേട്ട് എന്തിനാണ് വേദനിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ചതിച്ചു വഞ്ചിച്ചു. ഓക്കെ, അതൊക്കെ ഓക്കെ, ഒരു പ്രാവശ്യം ഓക്കെ. അത് കഴിഞ്ഞ് വീണ്ടും അത് ഓർക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റിനാണെന്നും ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു പാഠം പഠിപ്പിക്കുന്നതിനാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നതിന്, നിങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ ഒരു നിമിഷം ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർ സ്നേഹിക്കുന്നത് കാണുമ്പോൾ, മറ്റു വ്യക്തികളുമായിട്ട് ഒരുമിച്ച് പാർട്ട്ണർ പോകുന്നത് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കും നിങ്ങളും ഇതുപോലെ ആയിരുന്നു അവരെ സ്നേഹിച്ചിരുന്നതെന്ന്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവ് വന്നതിന് ദൈവത്തിന് നന്ദി പറയുക.
ഓക്കെ, താങ്ക് യു.